ഹലോ ഓൾ, എല്ലാവരും എന്ത് പറയുന്നു? ഹാപ്പി ആയിട്ടിരിക്കുകയാണ്, നല്ല രീതിയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെയാണ് നിങ്ങൾ പറയുന്നത് എന്ന് ഞാനങ്ങ് വിശ്വസിക്കുന്നു. എന്തായാലും ആ ഒരു പഠനത്തോടൊപ്പം നമുക്കിനി മറ്റൊരു ടോപ്പിക്ക്, കഴിഞ്ഞ ദിവസത്തെ കണ്ടൻറ്റിൻ്റെ ഒരു ബാക്കി പത്രം പോലെ പഠിക്കുന്നതാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മൾ പെനിൻസുലാർ റിവേഴ്സിലെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ദക്ഷിണ ഗംഗ എന്നൊക്കെ അറിയപ്പെടുന്ന ഗോദാവരി എന്ന നദിയെപ്പറ്റി നമ്മൾ മനസ്സിലാക്കി, വിച്ച് ഇസ് ദ ലാർജസ്റ്റ് പെനിൻസുലാർ റിവർ ഇൻ ഇന്ത്യ. അപ്പോൾ അതിനു മുൻപ് നമ്മൾ മഹാനദിയെ പറ്റി പഠിച്ചിരുന്നു. പിന്നെ മഹാനദി എന്ന് പറയുന്നൊരു നദി, കൃഷ്ണ നദി, കാവേരി എന്നിങ്ങനെയുള്ള ബാക്കി നദികളെ പറ്റിയിട്ടൊക്കെയാണ് നമ്മൾ നോക്കേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ ഗോദാവരി കഴിഞ്ഞിട്ട് നമ്മൾ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നതും സമയത്തിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഒറ്റ പീസിലുള്ള ഒരു വീഡിയോ ഒരുപാട് ലെങ്തി ആണ്ടാന്ന് കരുതി നമ്മൾ അതിനൊന്ന് കട്ട് ഔട്ട് ചെയ്തതാണ്. കൃഷ്ണ ഒരു സെപ്പറേറ്റ് എന്ന രീതിയിൽ തന്നെ കൊണ്ടുപോകാമെന്ന് കരുതിയത് കേട്ടോ. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പെനിൻസുലാർ റിവേഴ്സിൽ കൃഷ്ണ എന്ന നദിയെ പറ്റിയിട്ടുള്ള വിശദാംശങ്ങളായിരിക്കും. സോ എല്ലാവർക്കും സഹകാരി PSCയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് വീണ്ടും ഹൃദ്യമായ സ്വാഗതം. കൃഷ്ണ നദി ഒരു വളരെ പ്രത്യേകതയുള്ളൊരു നദിയാണ് എന്നതിൽ ആദ്യ പ്രത്യേകത, ഇന്ത്യയിലെ ഉപദ്വീപീയ നദികളിൽ പെനിൻസുലാർ റിവേഴ്സിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ നദിയാണ് എന്നത് തന്നെയാണ്. കൃഷ്ണ റിവർ ഈസ് ദി സെക്കൻഡ് ലാർജസ്റ്റ് ഈസ്റ്റ് ഫ്ലോയിങ് പെനിൻസുലാർ റിവർ വിച്ച് റൈസസ് നിയർ ദി മഹാബലേശ്വർ ഇൻ സഹ്യാദ്രി. അല്ലേ, എവിടെയാണ്? സഹ്യാദ്രിയിലെ നമ്മുടെ പശ്ചിമഘട്ടത്തിൻ്റെ മഹാബലേശ്വർ കുന്നുകളിൽ നിന്ന്. എവിടെ നിന്നാണ്? മഹാബലേശ്വർ കുന്നുകൾ. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയി ഈ പറയുന്ന സാധനങ്ങൾ, പ്രത്യേകിച്ച് പെനിൻസുലാർ റിവേഴ്സിൽ. കാരണം നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ PYQs കുറച്ചൊന്ന് കണ്ടുപോയതാണ്. അതല്ലാണ്ടുള്ള ചില നദികളുടെ MCQ ഡിസ്കഷനിലും ഒക്കെ തന്നെയും ഇഷ്ടംപോലെ ചോദ്യങ്ങൾ കണക്ട് ചെയ്യുവാനും അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റുകൾ തരുമ്പോൾ കൃഷ്ണ നദി ഒറിജിനേറ്റ് ചെയ്യുന്നത് മറ്റൊരിടത്ത് നിന്ന്, അല്ലെങ്കിൽ ഗോദാവരി നദി മഹാബലേശ്വരിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ കാണാനുള്ള സാധ്യത വളരെ വലുതാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ വരുമ്പോൾ അത് തെറ്റാണെന്നും മഹാബലേശ്വരിൽ ഒറിജിനേറ്റ് ചെയ്യുന്നവൻ കൃഷ്ണാനദിയാണെന്നും ഒരു കൃത്യമായ ധാരണ വേണം. വെരി ഇമ്പോർട്ടൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഇത് ഒരുപാട് PSCകളിൽ ആവർത്തിച്ച് വന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളിൽ തെറ്റിച്ച് തരുന്ന സാധനങ്ങളാണിത്. അപ്പോൾ ഇവയെ വളരെ വ്യക്തമായിട്ട് നമ്മളൊന്ന് അറിഞ്ഞിരിക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കിയിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, സോ കൃഷ്ണ ഇസ് ദ സെക്കൻഡ് ലാർജസ്റ്റ്. അപ്പോൾ ഇന്ത്യയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ഉപദ്വീപീയ നദിയാണ് ആര്? കൃഷ്ണ നദി. ശ്രദ്ധിച്ച് പഠിക്കുക. ആദ്യത്തേത് ആരാ? ആദ്യത്തേത് ഗോദാവരി അല്ലേ. ആദ്യത്തെ നദി ഗോദാവരി. ഫസ്റ്റ് ആരാണ്? ഫസ്റ്റ് ഗോദാവരി. അപ്പോൾ ഗോദാവരി എന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉപദ്വീപീയ നദി കഴിഞ്ഞാൽ രണ്ടാമത്തെ ഏറ്റവും വലിയ ഉപദ്വീപീയ നദിയാണ് ആര്? കൃഷ്ണ എന്ന നദി. എന്ന് ശ്രദ്ധിക്കുക. ഉപദ്വീപീയ നദിയെ പറ്റിയിട്ടാണ് പെനിൻസുലാർ റിവർ. അതെവിടെ ഉത്ഭവിക്കുന്നത്? കൃഷ്ണാനദി. കൃഷ്ണാനദി സഹ്യാദ്രി കുന്നുകളിൽ, അതായത് നമ്മുടെ പശ്ചിമഘട്ടം, വെസ്റ്റേൺ ഘട്ട്സിനെ മഹാരാഷ്ട്രയിൽ വിളിക്കുന്ന പേരാണ് സഹ്യാദ്രി. ഓക്കെ, വെസ്റ്റേൺ ഘട്ട്സിനെ മഹാരാഷ്ട്രയിൽ അറിയപ്പെടുന്നത് സഹ്യാദ്രി എന്നുള്ളതാണ്. അപ്പോൾ മഹാരാഷ്ട്രയിൽ സഹ്യാദ്രി എന്നറിയപ്പെടുന്ന നമ്മുടെ പശ്ചിമഘട്ടത്തിൻ്റെ മഹാഭാഗമായ മഹാബലേശ്വറിൽ നിന്നാണ് ആര് ഒറിജിനേറ്റ് ചെയ്യുന്നത്? കൃഷ്ണ നദി എന്ന ഇന്ത്യയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ഉപദ്വീപീയ നദി ഒറിജിനേറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇൻ ടേംസ് ഓഫ് വാട്ടർ ഇൻഫ്ലോ ആൻഡ് റിവർ ബേസിൻ, കൃഷ്ണ ഈസ് ദി ഫോർത്ത് ലാർജസ്റ്റ് റിവർ ആഫ്റ്റർ ഗംഗ, ഗോദാവരി ആൻഡ് ബ്രഹ്മപുത്ര. അതായത് നദീതടത്തിൻ്റെ, റിവർ ബേസിൻ്റെ വിസ്തൃതി പരിഗണിച്ചാലോ, വാട്ടർ ഇൻഫ്ലോ, ജലം ഉൾക്കൊള്ളുന്നതിൻ്റെ അളവ് പരിശോധിച്ചാലോ ഇന്ത്യയിലെ ആകെ നദികളിൽ നാലാമത്തെ വലിയ നദിയാണ് കൃഷ്ണ എന്ന് പറയാൻ പറ്റും. ഇന്ത്യയിലെ തന്നെ മൊത്തം നദികളിൽ, അതിപ്പോൾ ഹിമാലയൻ നദികളും ഉപദ്വീപ നദികളും എല്ലാം പരിശോധിക്കുന്നതിൽ ഇന്ത്യയിൽ 4ാം സ്ഥാനത്താണ്. ആർക്കൊക്കെ ശേഷം? ഗംഗയ്ക്കും ഗോദാവരിക്കും ബ്രഹ്മപുത്രയ്ക്കും ഒക്കെ ശേഷം വരുന്ന 4ാമത്തെ ജലം ഉൾക്കൊള്ളാൻ ശേഷിയുള്ള ഇന്ത്യയിലെ നദിയാണ് കൃഷ്ണ എന്നതാണ്. 4ാമത്തെ സ്ഥാനം വരുന്ന ആ ഒരു ഫാക്ട് ചോദിക്കാനുള്ള സാധ്യത താരതമ്യേന കുറവാണ്. പിന്നെ ഡിഗ്രി ലെവൽ എക്സാംസിന് മിക്കവാറും കുട്ടികൾ ഫസ്റ്റും സെക്കൻഡും പഠിക്കുമെന്നുള്ളത് കൊണ്ട് വേണമെങ്കിൽ ഒരു ഡീൽ ബ്രേക്കറായിട്ട് നമുക്ക് ഈ ഒരു ഫോർത്ത് ലാർജസ്റ്റ് എന്ന രീതിയിൽ ഒരു ചോദ്യം അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ഇതിനെ തരാവുന്നതൊക്കെ തന്നെയാണ്. തന്നു എന്ന് കരുതിയിട്ട് ആർക്കും തെറ്റ് പറയാനൊന്നും പറ്റത്തില്ല. അങ്ങനെ തന്നു കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റ് ആക്കാൻ സാധിച്ചിട്ടുണ്ടാവണം. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. എന്താണ് കൃഷ്ണ നദിയുടെ ആകെ ദൈർഘ്യം? 1401 കിലോമീറ്റർ കേട്ടോ. 1401 കിലോമീറ്ററാണ് കൃഷ്ണ നദിയുടെ ആകെ ദൈർഘ്യം എന്ന് പറയുന്നത്. ഓഫ് ദി ടോട്ടൽ കാച്ച്മെൻറ്റ് ഏരിയ of the Krishna, 27% lies in Maharashtra, 44% in Karnataka and 29% in Andhra Pradesh and Telangana. അതായത് ആകെ ഈ ജലം വഹിക്കാൻ വേണ്ടിയിട്ടുള്ള കാച്ച്മെൻറ്റ് ഏരിയ ഉണ്ടല്ലോ, കാച്ച്മെൻറ്റ് ഏരിയ എന്താണെന്നുള്ളതൊക്കെ നമ്മൾ ആദ്യത്തെ ക്ലാസ്സുകളിൽ മനസ്സിലാക്കിയതാണ്, പഠിച്ചതാണ്.
അപ്പോൾ ആകെയുള്ള കാച്ച്മെൻറ്റ് ഏരിയയുടെ 27% വരുന്ന കാച്ച്മെൻറ്റ് ഏരിയ മഹാരാഷ്ട്രയിലും 44% വരുന്ന കാച്ച്മെൻറ്റ് ഏരിയ കർണാടകയിലും 29% വരുന്നത് ആന്ധ്രയിലും തെലങ്കാനയിലുമായിട്ടും നിലകൊള്ളുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ആരുടെ? കൃഷ്ണയുടേത്. ഇറ്റ് പാസസ് ത്രൂ മഹാരാഷ്ട്ര, കർണാടക, തെലങ്കാന, ആന്ധ്രാപ്രദേശ്. ഇത്രയും നമ്മൾ എന്തെങ്കിലും പറഞ്ഞു, കാച്ച്മെൻറ്റിലും പറഞ്ഞത്. അപ്പോൾ അതിലൂടെ എന്തായാലും അവൻ ഒഴുകുന്നുണ്ട്. ആൻഡ് മീറ്റ്സ് ദ ബേ ഓഫ് ബംഗാൾ അറ്റ് ഹമസലാദേവി ഇൻ ആന്ധ്രാപ്രദേശ് ഓൺ ദി ഈസ്റ്റ് കോസ്റ്റ്. ബംഗാൾ ഉൾക്കടലിൽ ചെന്ന് പതിക്കുകയാണ്. അപ്പോൾ ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെയാണ് ആൾ പാസ് ചെയ്ത് വരുന്നത്? മഹാരാഷ്ട്ര ഉത്ഭവിക്കുന്നത് മഹാരാഷ്ട്രയുടെ ഭാഗമായിട്ടാണ് മഹാബലേശ്വർ കുന്ന്. അപ്പോൾ മഹാരാഷ്ട്ര, കർണാടക, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, എന്നിട്ടാണ് അവൻ എന്ത് ചെയ്യുന്നത്? കടലിലേക്ക് എത്തുന്നത്. അപ്പോൾ ഏത് സംസ്ഥാനത്തിലൂടെയാണ് കൃഷ്ണാനദി കടലിലേക്ക് മെർജ് ചെയ്യപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ അത് ആന്ധ്രാപ്രദേശ് എന്ന സംസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കേട്ടോ. ആന്ധ്രാപ്രദേശിലൂടെയാണ് കൃഷ്ണാനദി എന്ത് ചെയ്യുന്നത്? കടലിലേക്ക് മെർജ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇറ്റ് ഈസ് ബൗണ്ടഡ് ബൈ ദി ബലാഘട്ട് റേഞ്ച് ഓൺ ദി നോർത്ത്, ബൈ ദി ഈസ്റ്റേൺ ഘട്ട്സ് ഓൺ ദി സൗത്ത് ആൻഡ് ഈസ്റ്റ് ആൻഡ് ദ വെസ്റ്റേൺ ഘട്ട്സ് ഓൺ ദി വെസ്റ്റ്. കാരണം നദിയുടെ മൊത്തം നമ്മൾ പറഞ്ഞതുമാണ്. നദി ഒറിജിനേറ്റ് ചെയ്ത് വരുന്നത് എവിടെ നിന്നാണെന്ന് പറഞ്ഞു? പശ്ചിമഘട്ടത്തിൽ നിന്നാണ്, വെസ്റ്റേൺ ഘട്ടത്തിൽ നിന്നാണെന്ന് പറഞ്ഞു. അപ്പോൾ വെസ്റ്റേൺ ഘട്ടത്തിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്ത് വരുന്ന ഈ ഒരു നദി അതിൻ്റെ വെസ്റ്റേൺ അതിരായിട്ട് സ്വീകരിക്കാതെ തന്നെയായിരിക്കും, പശ്ചിമഘട്ടത്തിൽ തന്നെയായിരിക്കും, വെസ്റ്റേൺ ഘട്ടത്തിനെ തന്നെയായിരിക്കും. അതിൻ്റെ താഴെയും കിഴക്കും എന്ന രീതിയിൽ പരിഗണിക്കുവാൻ സാധിക്കുന്നത് ആരെയുമാണ്? ഈസ്റ്റേൺ ഘട്ട്സ്, പൂർവ്വഘട്ടത്തെയുമായിരിക്കും. ശരിയല്ലേ? അതുകൊണ്ട് വടക്ക് വരുന്നവൻ ആരെയെന്നും കൂടി നോക്കുക. ബലാഘട്ട് റേഞ്ച്. എന്താണ്? ബലാഘട്ട് റേഞ്ച്. ബലാഘട്ട് റേഞ്ചാണ് വടക്ക് വരുന്ന പർവ്വതനിര എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന ആൾക്കാരല്ലോ നിർമ്മിതികൾ കാരണം ബൗണ്ടഡ് ആണ് നമ്മുടെ കൃഷ്ണാനദി എന്നാണ് മനസ്സിലാക്കാനുള്ളത്. ഇറ്റ്സ് പ്രിൻസിപ്പൽ ട്രിബ്യൂട്ടറീസ് ജോയിനിങ് ഫ്രം ദി റൈറ്റ് ആർ ഘട്പ്രഭ, മാലപ്രഭ ആൻഡ് തുംഗഭദ്ര. ശ്രദ്ധിക്കണം, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത്? ട്രിബ്യൂട്ടറീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആരൊക്കെയുണ്ട്? റൈറ്റിൽ നിന്ന് ജോയിൻ ചെയ്യുന്ന ട്രിബ്യൂട്ടറികൾ, അതായത് റൈറ്റ് ടു ബാങ്ക് ട്രിബ്യൂട്ടറീസ് ഓഫ് കൃഷ്ണ ആരൊക്കെയാണ്? ഘട്പ്രഭ, മാലപ്രഭ എന്നൊക്കെ നമ്മൾ പറയും, മാൽപ്രഭ, പിന്നുള്ളത് തുംഗഭദ്ര. അപ്പം നിങ്ങൾക്ക് അറിയാം, തുംഗഭദ്ര വളരെയധികം ഫേമസ് ആണ്. തുംഗഭദ്ര എന്നത് കൃഷ്ണയുടെ ട്രിബ്യൂട്ടറി ആണെന്ന് എല്ലാവരും പറഞ്ഞ് കേട്ടറിവ് നിങ്ങൾക്കുണ്ടാവും. അപ്പോൾ ആ തുംഗഭദ്രയും ഘട്പ്രഭയും മാൽപ്രഭയും ആരാണ്? റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് ആണ്. വലതുകൈ പോഷക നദികളാണ്, അല്ലെങ്കിൽ വലതുകര പോഷക നദികളാണ്. എന്നാൽ ഭീമ, മുസി ആൻഡ് മുന്നേരു, ഈ 3 നദികളും ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് ആണെന്നും മനസ്സിലാക്കിയിരിക്കുക. ആരാണ്? ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് ആണ്. ക്ലിയർ അല്ലേ? ശ്രദ്ധിച്ചേക്കും. ഇതിൽ ഭീമയും തുംഗഭദ്രയൊക്കെ വളരെ ഫേമസ് ആയിട്ട് എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും. അതിൽ തുംഗഭദ്ര റൈറ്റും ഭീമ ലെഫ്റ്റും ആണെന്ന് ഓർത്തിരിക്കാൻ ശ്രദ്ധിക്കുക. ദി സെക്കൻഡ് ലാർജസ്റ്റ് റിവർ അമംഗ് ദി ഈസ്റ്റ് ഫ്ലോയിങ് പെനിൻസുലാർ റിവേഴ്സ്. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. ഉപദ്വീപീയ നദികളിലെ രണ്ടാമത്തെ വലിയവൻ എന്ന് നമ്മൾ സൂചിപ്പിക്കുകയും ചെയ്തു. അതിൽ കിഴക്കോട്ടൊഴുകുന്ന കാര്യത്തിൽ നോക്കിയാലും രണ്ടാമത്തെ വലിയവനാണ്. കാരണം ഗോദാവരി കിഴക്കോട്ടൊഴുകുന്നവനാണ്, അവനാണ് പെനിൻസുലാർ നദികളിലെ ഏറ്റവും വലുത് എന്ന് നമ്മൾ പഠിച്ചതാണ്. ഗോദാവരി കഴിഞ്ഞാൽ പിന്നെ 2ാം സ്ഥാനത്തുള്ള ഏറ്റവും വലിയ ഉപദ്വീപീയ നദി കൃഷ്ണയാണ്. അവൻ്റെയും ഒഴുക്ക് കിഴക്കോട്ട് തന്നെയാണ് എന്നുള്ളത് കൊണ്ട് ഇനി കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ 2ാം സ്ഥാനം ആര് എന്ന് ചോദിച്ചാലും ഉത്തരം കൃഷ്ണ തന്നെയാണ്. അതിനകത്ത് എതിരഭിപ്രായമൊന്നും ഇല്ലയെന്ന് മനസ്സിലാക്കുക. ദ സെക്കൻഡ് ലോങ്കസ്റ്റ് റിവർ ഒറിജിനേറ്റിംഗ് ഫ്രം ദ വെസ്റ്റേൺ ഗട്ട്സ്. പശ്ചിമഘട്ടത്തിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന നദികളിൽ 2ാമത്തെ ഏറ്റവും ദൈർഘ്യമേറിയ നദിയുമാണ് കൃഷ്ണാനദി. ദ സെക്കൻഡ് ലോങ്കസ്റ്റ് റിവർ ഇൻ ദി സൗത്ത് ഇന്ത്യ. ദക്ഷിണേന്ത്യയിലെ 2ാമത്തെ ഏറ്റവും വലിയ നദിയായി പരിഗണിക്കുന്നതും ഇയാളെ തന്നെ. ദ സെക്കൻഡ് ലോങ്കസ്റ്റ് റിവർ ഇൻ ദി ഡെക്കാൻ പ്ലാറ്റു. ഉപദ്വീപീയ പീഠഭൂമിയിൽ, പ്രത്യേകിച്ച് ഡെക്കാൻ പീഠഭൂമിയിലെ 2ാമത്തെ ഏറ്റവും വലിയ നദിയായി പരിഗണിക്കുന്നത്. കാരണം 1ാം സ്ഥാനമെല്ലാം നമ്മൾ ഈ ഗോദാവരിക്ക് കൊടുത്തേക്കുമാണ്. അപ്പം നമ്മൾ ഈ പറയുന്നതെല്ലാം വിശേഷണങ്ങളാണെന്ന് മനസ്സിലാക്കണം കേട്ടോ. അതായത് കൃഷ്ണയ്ക്ക് കൊടുക്കാവുന്ന വിശേഷണങ്ങളാണ്. ഏതൊക്കെയാണ്? സെക്കൻഡ് ലാർജസ്റ്റ് റിവർ എമംഗ് ദി ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ്, സെക്കൻഡ് ലോങ്സ്റ്റ് റിവർ ഒറിജിനേറ്റിംഗ് ഫ്രം ദ വെസ്റ്റേൺ ഗട്ട്സ്, സെക്കൻഡ് ലോങ്സ്റ്റ് റിവർ ഇൻ സൗത്ത് ഇന്ത്യ, സെക്കൻഡ് ലോങ്സ്റ്റ് റിവർ ഇൻ ഡെക്കാൻ പ്ലാറ്റ്യൂ, സെക്കൻഡ് ലാർജസ്റ്റ് റിവർ ഫ്ലോയിങ് കംപ്ലീറ്റ്ലി വിതിൻ ഇന്ത്യ. ഇന്ത്യയിലൂടെ തന്നെ പൂർണ്ണമായി ഒഴുകുന്ന നദികളിൽ 2ാമത്തെ ഏറ്റവും വലുത്. കാരണം ആദ്യത്തെ ഏറ്റവും വലുത് ആരാ? ഗോദാവരി ആയിരുന്നു അല്ലേ? 2ാമത്തെ ഏറ്റവും വലുത് കൃഷ്ണയാണ്. കാരണം ബാക്കി എല്ലാ നദികളും, ബ്രഹ്മപുത്രയും ഇതിനേക്കാൾ വലിയ നദി എന്ന് പറയുമ്പോൾ പിന്നെ ഉള്ളത്, ഗോദാവരിയേക്കാൾ കൃഷ്ണയേക്കാളൊക്കെ വലിയ നദി എന്ന് പറയുമ്പോൾ പിന്നെ ഉള്ളത് ഹിമാലയൻ നദികളല്ലേ? അതായത് സിന്ധുവും ഗംഗയും ബ്രഹ്മപുത്രയുമാണ്.
ഈ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികൾ ഇന്ത്യക്ക് പുറത്തൂടെ ഒഴുകുന്നുണ്ടല്ലോ, ശരിയല്ലേ? സിന്ധു ടിബറ്റിൽ ഒഴുകുന്നുണ്ട്, ഇന്ത്യയിൽ ഒഴുകുന്നുണ്ട്, പാകിസ്ഥാനിൽ ഒഴുകുന്നുണ്ട്. ഗംഗ ഇന്ത്യയിൽ ഒഴുകുന്നുണ്ട്, ബംഗ്ലാദേശിൽ ഒഴുകുന്നുണ്ട്. ബ്രഹ്മപുത്ര ടിബറ്റിലും ഇന്ത്യയിലും ബംഗ്ലാദേശിലുമായി ഒഴുകുന്നുണ്ട്. അപ്പോൾ ഈ ഹിമാലയൻ നദികളായ 3 കൂട്ടരും ഈ ഗോദാവരിയേക്കാളും കൃഷ്ണയേക്കാളും ജലം ഉൾക്കൊള്ളുന്ന വലുതായിട്ടുള്ള ഈ 3 പേരും മറ്റു പല രാജ്യങ്ങളുടെയും ഭാഗമായും ഒഴുകുന്നുണ്ട്. മനസ്സിലാവുന്നില്ലേ? പൂർണ്ണമായി ഇന്ത്യയിൽ മാത്രം ഒഴുകുന്ന നദിയാണ് ഏതൊക്കെ? ഈ ഉപദ്വീപീയ നദികളായി പറയുന്ന നദികളെല്ലാം തന്നെയും പൂർണ്ണമായി ഇന്ത്യയിൽ മാത്രം ഒഴുകുന്ന നദികളാണ്, ശരിയല്ലേ? അതിലേറ്റവും വലുതാരാ? ഗോദാവരിയ ആണോ അല്ലയോ? അതിൽ രണ്ടാമനാരാ? ഗോദാവരി കഴിഞ്ഞിട്ടുള്ള ആൾ ആരാ? കൃഷ്ണ നദി. മനസ്സിലായോ? അതാണ് ദ സെക്കൻഡ് ലാർജസ്റ്റ് റിവർ ഫ്ലോയിങ് കംപ്ലീറ്റ്ലി വിത്തിൻ ഇന്ത്യ എന്ന് പറഞ്ഞത്. ഇന്ത്യയിലെ അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇന്ത്യയിലെ 3ാമത്തെ ലാർജസ്റ്റ് റിവറും ആണെന്ന് നമ്മൾ പറഞ്ഞു. ഈ കൃഷ്ണ നദിയുടെ തീരത്തായി സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്ന പ്രധാനപ്പെട്ട പോഷക നദികളല്ലല്ലോ, പട്ടണങ്ങളെ ഒന്ന് പരിചയപ്പെടേണ്ടതുണ്ട്. അത് നമ്മളെപ്പോഴും ഏത് നദീനുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നോക്കുന്ന കാര്യങ്ങളിലും അത് ഉൾപ്പെടുത്താറുണ്ട്. ചില നദികളുടെ കാര്യത്തിൽ അതിൽ നിന്ന് ചോദ്യങ്ങൾ വരാറില്ല, പക്ഷേ ചില നദികളുടെ കാര്യത്തിൽ അതിൽ നിന്ന് ചോദ്യങ്ങൾ വരാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കൃഷ്ണ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന സിറ്റീസ് ഒന്ന് നോക്കാം. നമുക്ക് ഏതൊക്കെയുണ്ട്? സത്താര, കരട്, സംഗ്ലി, ബഗൽകൂട്ട്, ശ്രീശൈലം, അമരാവതി, പിന്നെ വിജയവാഡ. ഇറ്റ്സ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അർബൻ സെൻറ്റർ ആൻഡ് ടൂറിസ്റ്റ് സെൻറ്റർ ഓൺ ദി ബാങ്ക് ഓഫ് ദി റിവർ. ശരിയല്ലേ? ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ അമരാവതിയൊക്കെ എന്ന് പറയുമ്പോൾ തെലങ്കാനയുടെയൊക്കെ ക്യാപിറ്റലായിട്ട് ഒക്കെ വരുന്നതാണ്. തെലങ്കാനയിലല്ലോ, ആന്ധ്രാപ്രദേശിൻ്റെയൊക്കെ ക്യാപിറ്റലായിട്ടൊക്കെ കൺസിഡർ ചെയ്യുന്ന അമരാവതിയാണ്. 2-3 ക്യാപിറ്റൽ നമ്മളിപ്പോൾ ആന്ധ്രാപ്രദേശിന് പറയാറുണ്ട്, അത് നമുക്ക് നോക്കാം പിന്നീട് സ്റ്റേറ്റ്സ് ഒക്കെ നോക്കുന്ന സമയത്തെ. അപ്പോൾ അമരാവതി, വിജയവാഡ, ശ്രീശൈലം, ബഗൽകൂട്ട്, സാംഗ്ലി, കരട്, സത്താര എന്നീ പറയുന്ന സ്ഥലങ്ങളൊക്കെ തന്നെയും പ്രധാനപ്പെട്ട ആരുടെ പട്ടണങ്ങളാണ്? കൃഷ്ണാ നദിക്ക് തീരത്ത് വരുന്ന പട്ടണങ്ങളാണെന്നും പറയാം. ഓക്കെ, കൃഷ്ണാ നദിക്ക് മറ്റ് ചില വിശേഷണങ്ങളുണ്ട്, പേരുകൾ. നമ്മൾ ഈ നേരത്തെ പറഞ്ഞ സെക്കൻഡ് ലോങ്സ്റ്റ്, തേർഡ് ലാർജസ്റ്റ് എന്നൊക്കെ പറയുന്നതല്ലാണ്ട് വേറെ ചില പേരുകളിലൂടെയുള്ള ഒരു അറിയപ്പെടൽ കൂടിയുണ്ട്. നമ്മൾ ദക്ഷിണ ഗംഗ എന്ന് ആരെ വിളിച്ചു? ഗോദാവരിയെ വിളിച്ചതിന് സമാനമായി പാതാള ഗംഗ എന്നോ തെലുങ്ക് ഗംഗ എന്നോ അപ്പർ ഗംഗ എന്നോ ആരെ വിളിക്കാം? കൃഷ്ണാ നദിയെ വിളിക്കാമെന്ന് കൂടി അറിഞ്ഞിരിക്കാം. പ്രധാനപ്പെട്ട ട്രിബ്യൂട്ടറികളും കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിരുന്ന പോലെ ഒരു ടേബിളാർ ഫോമിൽ പ്രധാനപ്പെട്ട ട്രിബ്യൂട്ടറികളും അവരുടെ ലെഫ്റ്റ് റൈറ്റ് ബാങ്കുകളും കൂടി കാണിച്ചിട്ടുള്ളൊരു ടേബിൾ തന്നിട്ടുണ്ട്. ഘാട്ട്പ്രഭ റൈറ്റ് ബാങ്ക് ആണെന്നറിയാം, മാലപ്രഭ, തുംഗഭദ്ര. എനിക്കൊന്നും നേരത്തെ നമ്മൾ പറഞ്ഞില്ലെന്ന് തോന്നുന്നു അല്ലേ? കൊയ്ന റിവർ റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറി ഓഫ് കൃഷ്ണയാണ് കേട്ടോ. കൊയ്ന ഇമ്പോർട്ടൻ്റ് ആണ്. കൊയ്ന ഇസ് എ റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറി ഓഫ് കൃഷ്ണ റിവർ. കൊയ്ന അതും റൈറ്റ് ബാങ്ക് കേട്ടോ. കൊയ്നയും ആര് തന്നെയാണ്, റൈറ്റ് ബാങ്ക് ആണ്. ഇനി ഈ റൈറ്റ് ബാങ്കിൻ്റെ പ്രത്യേകതകളിൽ ഘാട്ട്പ്രഭ നോക്കിയാൽ originates in the western Ghats and it joins the Krishna river near the town of Alamati. അതായത് പശ്ചിമഘട്ടത്തിൽ നിന്ന് തന്നെ ഉത്ഭവിക്കുന്ന നദിയാണ് നമ്മുടെ ഘാട്ട്പ്രഭ. ലെഫ്റ്റ് ബാങ്ക് അല്ലേ? അവൻ എവിടെ വെച്ചിട്ടാണ് കൃഷ്ണ നദിയിലേക്ക് ജോയിൻ ചെയ്യുന്നത്? കർണാടകയിലെ അലമാട്ടിയിൽ വച്ചിട്ടാണ് ഇദ്ദേഹം നമ്മുടെ ഘാട്ട്പ്രഭ എന്ന് പറയുന്ന നദി കൃഷ്ണ നദിയുമായി കൂടിച്ചേരുന്നത്. അപ്പോൾ വ്യക്തമായിട്ട് ഓർത്തിരുന്നേക്ക്. ഘാട്ട്പ്രഭ ജോയിൻസ് വിത്ത് കൃഷ്ണ അറ്റ് വിച്ച് ഓഫ് ദി ഫോളോയിങ് പ്ലേസസ്? ചോദ്യമാണ്, സിമ്പിൾ. ഇതൊക്കെ പഠിക്കണം. എവിടെ വെച്ചിട്ടാണ് മക്കളെ? കർണാടകയിലെ അലമാട്ടിയിൽ വെച്ചിട്ടാണ്. കർണാടകയിലെ അലമാട്ടി. മാലപ്രഭ അതുപോലെ തന്നെ റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറിയാണ്. മാലപ്രഭയും ഘാട്ട്പ്രഭയും രണ്ടും പ്രഭാവം ഉള്ള സ്ഥലങ്ങളാണ് എന്ന് പറയുമ്പോൾ പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന, ഉയരങ്ങളിൽ നിന്ന് വരുന്ന, പ്രഭാവമുള്ളവർ ഉയരങ്ങളിലാണെന്ന് നമ്മൾ പറയുമല്ലോ. 2 ഉയരങ്ങളിൽ നിന്നും വരുന്നവരാണ് ഘാട്ട്പ്രഭയും മാലപ്രഭയും എന്ന് പറയുന്നത്. രണ്ടും വെസ്റ്റേൺ ഗട്ട്സിൽ നിന്ന് തന്നെ ഒറിജിനേറ്റ് ചെയ്ത് വരുന്നു. ഇറ്റ് ഫ്ലോസ് ത്രൂ കർണാടക ആൻഡ് ജോയിൻസ് ദ കൃഷ്ണ നിയർ ദി ടൗൺ ഓഫ് കുടല സംഗമ. ഇതാണ് കുടല സംഗമ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ മാലപ്രഭാരോട് ജോയിൻ ചെയ്യുന്നത്, കൃഷ്ണയോട് ജോയിൻ ചെയ്യുന്നത്. ചോദിക്കാനുള്ള സാധ്യത കുറവാണ്, പക്ഷേ അലമാട്ടി ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഘാട്ട്പ്രഭയുടെ കാര്യത്തിൽ. തുംഗഭദ്ര റൈറ്റ് തന്നെയാണ്. Found by the confluence of Tunga and Bhadra rivers, both originating in the western Ghats, and it is the longest right bank tributary of Krishna and is an important source for what? Irrigation. കൃഷ്ണ നദിയുടെ ഏറ്റവും വലിയ ട്രിബ്യൂട്ടറിയാണ് തുംഗഭദ്ര. കൃഷ്ണ നദിയുടെ ഏറ്റവും വലിയ ട്രിബ്യൂട്ടറിയാണ് തുംഗഭദ്ര എന്ന ഈ റിവർ. അപ്പോൾ ഭദ്ര എന്നീ 2 നദികളുടെ കൺഫ്ലുവൻസിന് ശേഷം ഉണ്ടാകുന്ന നദി. അതുകൊണ്ട് തന്നെ ഏറ്റവും വലുതാകാനുള്ള സാധ്യത കൂടുന്നു. അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ നദിയാവുന്നു. ഏറ്റവും വലിയ റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറിയും ലാർജസ്റ്റ് ട്രിബ്യൂട്ടറിയും ആര് തന്നെയാണ്?
തുംഗഭദ്ര തന്നെ. ലോങ്ങസ്റ്റ് റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറിയും ലാർജസ്റ്റ് ട്രിബ്യൂട്ടറി ഓഫ് കൃഷ്ണ എന്ന് ചോദിച്ചാലും ആരെ തന്നെ പറയാം? തുംഗഭദ്രയെ നമുക്ക് പറയുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. കൊയ്ന മഹാബലേശ്വറിൽ നിന്ന് അടുത്ത് തന്നെ ഒറിജിനേറ്റ് ചെയ്യുന്നൊരു പോഷക നദിയാണ്. കൃഷ്ണ ഒറിജിനേറ്റ് ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്തൊരു സോഴ്സിൽ നിന്ന് തന്നെ. ആൻഡ് ഇറ്റ് ഈസ് റിലേറ്റീവ്ലി ഷോർട്ട് ബട്ട് ഈസ് സിഗ്നിഫിക്കൻറ്റ് ഡ്യൂ ടു ദി കൊയ്ന ഡാം ആൻഡ് ഹൈഡ്രോ പവർ പ്രൊജക്ട്. അത് അങ്ങോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഡീറ്റെയിൽ പഠിക്കാം. കൊയ്ന താരതമ്യേന ചെറിയൊരു നദിയാണെങ്കിലും കൊയ്ന ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെ? കൊയ്നയിൽ അണക്കെട്ട് പണിതിട്ടുണ്ട്, ജലസംഭരണിയുണ്ട്, അത് പല ഹൈഡ്രോ പവർ പ്രൊജക്റ്റുകളും അവിടെ എന്താ പറയുക നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കൊയ്ന നദി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാറുണ്ട്. ചോദ്യങ്ങളിലും പ്രത്യക്ഷപ്പെടാറുണ്ട് കേട്ടോ കൊയ്ന. ഇനിയുള്ളത് ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് ആണ്. ആദ്യത്തെ ആൾ ഭീമ റിവർ ഒറിജിനേറ്റ്സ് നിയർ ദ ഭീം ശങ്കർ, ഭീംസാഗർ രണ്ടും പറഞ്ഞാലും രണ്ടായിട്ടും പ്രയോഗിക്കാറുണ്ട്. ഇൻ ദി സഹ്യാദ്രി റേഞ്ച് ഓഫ് വെസ്റ്റേൺ കട്ട്സ്. ഇറ്റ് ഇസ് ദി ലോങ്സ്റ്റ് ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറി. അപ്പോൾ റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറി ലോങ്സ്റ്റ് ആരായിരുന്നു? തുംഗഭദ്രയായിരുന്നു. ലെഫ്റ്റ് ബാങ്കിൽ ലോങ്സ്റ്റ് ആരാ? ഭീമയാണ്. ആൻഡ് ജോയിൻസ് ദി കൃഷ്ണ അറ്റ് റായ്ചൂർ ഡിസ്ട്രിക്ട് ഓഫ് കർണാടക. കർണാടകയിലെ റായ്ചൂർ ഡിസ്ട്രിക്റ്റിൽ വെച്ചാണ് ഭീമ നദി ആരുമായി കൂടിച്ചേരുന്നത്? കൃഷ്ണ നദിയുമായി കൂടിച്ചേരുന്നത്. അപ്പോൾ തുംഗഭദ്ര ആയാലും ഘാട്ടപ്രഭ ആയാലും ഇയാളും എല്ലാവരും കർണാടകയിൽ വെച്ചാണ് കൂടിച്ചേരലുകൾ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അടുത്തയാൾ മുസി റിവർ. മുസി റിവറിൻ്റെ കാര്യത്തിൽ ഫ്ലോസ് ത്രൂ ദ സിറ്റി ഓഫ് ഹൈദരാബാദ്. തെലങ്കാനയുടെ ക്യാപിറ്റലാണ് ഹൈദരാബാദ് എന്ന് അറിഞ്ഞിരിക്കുക. ദ സിറ്റീസ് വാട്ടർ സോഴ്സ് ദി ഹിമായത് സാഗർ ആൻഡ് ഓസ്മാൻ സാഗർ റിസർവോയേഴ്സ് ആർ ബിൽറ്റ് ഓൺ ദിസ് ട്രിബ്യൂട്ടറി. ഏത്? മൂസിയിൽ. അപ്പോൾ ഹിമയാത് സാഗറും ഒസ്മാൻ സാഗറും റിസർവോയറുകൾ, അണക്കെട്ടുകൾ ഈ മൂസി റിവറിൽ ഹൈദരാബാദിൻ്റെ ഭാഗമായിട്ട് പണിയെടുപ്പിച്ചിരിക്കുന്നതാണെന്ന് പറയാം. പ്രധാനമായും മൂസി ഹൈദരാബാദിലൂടെ ഒഴുകുന്നു. ദിണ്ടി റിവർ, എ റിലേറ്റീവ്ലി മൈനർ റിവർ ഒറിജിനേറ്റിംഗ് ഇൻ ദി മഹാബൂബ്നഗർ ഡിസ്ട്രിക്ട് ഓഫ് തെലങ്കാന. തെലങ്കാനയിൽ നിന്ന് തന്നെ ഒറിജിനേറ്റ് ചെയ്യുന്നതാണ്. ദിണ്ടി അത്ര പോപ്പുലർ ഒന്നുമല്ല, അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. പിന്നെ പലായിരു റിവർ ഒറിജിനേറ്റ്സിംഗ് ഇൻ ദി ഖമ്മാം ഡിസ്ട്രിക്ട് ഓഫ് തെലങ്കാന. ഇറ്റ് ഇസ് എ മൈനർ ട്രിബ്യൂട്ടറീസ്. ഇത് രണ്ടും അവസാനം പറഞ്ഞ രണ്ടെണ്ണം മൈനർ ട്രിബ്യൂട്ടറീസ് ആണ്, വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാനില്ല എന്നുള്ളതാണ്. ഹൈദരാബാദ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ ബാങ്ക്സ് ഓഫ് മൂസി. നമ്മൾ നേരത്തെ പറഞ്ഞു മൂസി ഹൈദരാബാദിലൂടെ ഒഴുകി പോകുന്ന പ്രധാനപ്പെട്ട നദിയാണെന്ന്. ഈ കൃഷ്ണ നദിയിൽ വരുന്ന പ്രധാനപ്പെട്ട അണക്കെട്ടുകൾ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇറിഗേഷൻ പ്രൊജക്റ്റുകൾ നമുക്കൊന്ന് നോക്കാം. ഒന്ന് നാഗാർജുന സാഗർ ഡാം, തെലങ്കാനയുടെ ഭാഗമായിട്ട് വരുന്ന നാഗാർജുന സാഗർ അണക്കെട്ട്. രണ്ട്, ശ്രീശൈലം അണക്കെട്ട്. ഇതൊക്കെ സ്ഥിരം പി എസ് സി ചോദ്യമാണ്. ഏത് നദി ഈ അണക്കെട്ട് എന്നുള്ളത് വളരെ വളരെ വ്യക്തമായിട്ട് ഓർത്തേക്കണം. ശ്രീശൈലം എന്നുള്ളത് തെലങ്കാനയിലും ആന്ധ്രയിലുമായിട്ട് സിറ്റുവേറ്റ് ചെയ്യുന്ന കൃഷ്ണ നദിയിലെ അണക്കെട്ടാണ്. അതുപോലെ അലമാട്ടി അണക്കെട്ട്, അലമാട്ടി ഡാം നമ്മൾ പറഞ്ഞു. അലമാട്ടിയിൽ വെച്ച്, കർണാടകയിലെ അലമാട്ടിയിൽ വെച്ച് കൂടിച്ചേരുന്നതൊക്കെ ഘാട്ട്പ്രഭയുടെ കാര്യമൊക്കെ നമ്മൾ പറയുകയും ചെയ്തു. അവിടെ തന്നെ ഒരു അലമാട്ടി അണക്കെട്ടുണ്ട്, അതും വളരെ പ്രസിദ്ധമാണ്. പ്രകാശം ബാരേജ്, ആന്ധ്രാപ്രദേശിലാണ് പ്രകാശം ബാരേജ്, അതും പ്രസിദ്ധമാണ്. ചോദിച്ചിട്ടുണ്ട് ഇതിനകത്ത്. നാഗാർജുന സാഗർ ചോദിച്ചിട്ടുണ്ട്, ശ്രീശൈലം ചോദിച്ചിട്ടുണ്ട്, അലമാട്ടി ചോദിച്ചിട്ടുണ്ട്, പ്രകാശം ബാരേജ് ചോദിച്ചിട്ടുണ്ട്. ഈ കണ്ട 4 പ്രധാനപ്പെട്ട ബാരേജുകളെ പറ്റിയും ചോദിച്ചിട്ടുണ്ട് ചോദ്യം, PSC ചോദിച്ചിട്ടുണ്ട് ചോദ്യം. ആദ്യത്തെ ആളിലേക്ക് നമുക്ക് നോക്കാം. നാഗാർജുന സാഗർ അണക്കെട്ട്. റിവർ കൃഷ്ണയാണെന്ന് നമുക്കറിയാം. ലൊക്കേഷൻ ഇൻ ദി ബോർഡർ ഓഫ് തെലങ്കാന, നാൽഗോണ്ട ഡിസ്ട്രിക്റ്റ് എന്ന് പറയും. അതുപോലെ ആന്ധ്രയുടെ പലനാട് അല്ലെങ്കിൽ ഗുണ്ടൂർ ഡിസ്ട്രിക്റ്റിനും അതിർത്തിയിലായിട്ട് സിറ്റുവേറ്റ് ചെയ്യുന്ന അണക്കെട്ടാണ് നമ്മുടെ നാഗാർജുന സാഗർ അണക്കെട്ട് എന്ന് പറയുന്നത്. ഇതൊരു മൾട്ടിപർപ്പസ് പ്രൊജക്റ്റായിട്ടാണ് ആദ്യം ഇറിഗേഷന് വേണ്ടി ആരംഭിച്ച് പിന്നെ മൾട്ടിപർപ്പസ് ആയി മാറിയ പ്രൊജക്റ്റാണ് നാഗാർജുന സാഗർ. ഇറിഗേഷൻ, ഹൈഡ്രോ പവർ, ഡ്രിങ്കിങ് വാട്ടർ സപ്ലൈ എന്നിവയെല്ലാം കഴിഞ്ഞ ദിവസത്തെ നമ്മൾ ഗോദാവരിയിൽ കണ്ടതിന് സമാനമായി ഉപയോഗിക്കുന്നു. സ്റ്റോൺ ഉപയോഗിച്ച്, പണ്ടത്തെ കോൺക്രീറ്റ് ചെയ്തിട്ടല്ലാണ്ട് മേസൺറി ആയിട്ട് കല്ലടുക്കി സിമെൻ്റൊക്കെ ചാന്തൊക്കെ ചേർക്കുന്നുണ്ട്. എന്നാലും കല്ലടുക്കി നിർമ്മിച്ച എന്താ പറയുക അണക്കെട്ടുകളെ നമ്മൾ മേസൺറി അണക്കെട്ടെന്നാണ് വിളിക്കാം. അങ്ങനെ കല്ലടുക്കി വെച്ച് നിർമ്മിച്ച അണക്കെട്ടുകളിൽ വേൾഡിലെ ഏറ്റവും വലിയ അണക്കെട്ടാണ് നാഗാർജുന സാഗർ അണക്കെട്ട് എന്ന് പറയുന്നത്. 1955 കൺസ്ട്രക്ഷൻ ആരംഭിച്ച് 72 പൂർത്തിയാക്കിയത്. പണ്ട് ഇന്നത്തെ ഈ നാഗാർജുന സാഗർ അണക്കെട്ടിന് പണ്ട് മറ്റൊരു പേരുണ്ടായിരുന്നതാണ് നന്ദികൊണ്ട പ്രോജക്റ്റ്. ഇതാണ് നന്ദികൊണ്ട പ്രോജക്റ്റ്. നന്ദികൊണ്ട പ്രോജക്റ്റ് എന്ന് പണ്ട് അറിയപ്പെട്ടിരുന്ന അണക്കെട്ട് ഏതെന്ന ചോദ്യത്തിന് ഉത്തരം നാഗാർജുന സാഗർ അണക്കെട്ട്. referred to as one of the modern temples of independent India by ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു നാഗാർജുന സാഗർ അണക്കെട്ടിനെ ഒരു ആധുനിക അമ്പലം എന്ന അത് നാഗാർജുന സാഗർ അണക്കെട്ടിനെ മാത്രമെന്നല്ല, പൊതുവേ അണക്കെട്ടുകളെ
ജവഹർലാൽ നെഹ്റു അന്നത്തെ വൈദ്യുത പ്രതിസന്ധിയും ഊർജത്തിൻ്റെ ഉൽപ്പാദനത്തിൻ്റെ പ്രതിസന്ധിയും കർഷകർക്ക് വെള്ളം എത്തിക്കുന്നതിൽ ഉണ്ടാകുന്ന മഴയെ മാത്രം ആശ്രയിച്ച് കൃഷി ചെയ്തിരുന്ന കർഷകർക്ക് പിന്നീട് അണക്കെട്ടുകൾ കെട്ടി എന്താ പറയുക, നദികളിലെ വെള്ളം വഴിതിരിച്ച് ഇറിഗേഷന് വേണ്ടിയിട്ട് വെള്ളം എത്തിച്ചു കൊടുക്കാനൊക്കെ സാധിക്കുകയൊക്കെ ചെയ്യുന്നത് കണ്ടതോടുകൂടി ഇന്ത്യയിൽ അന്ന് അഭിമുഖീകരിച്ചിരുന്ന പ്രധാനപ്പെട്ട 2-3 പ്രശ്നങ്ങൾ ഒറ്റയടിക്ക് ഇല്ലാണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ അന്ന് പ്രശ്നപരിഹാരം കിട്ടുന്ന സ്ഥലമാണല്ലോ അമ്പലങ്ങൾ നമ്മൾ പറയാം അല്ലേ. നമുക്കൊരു സങ്കടം ഉണ്ടാകുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് പരിഹാരം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിനുവേണ്ടി പോകുന്ന സ്ഥലങ്ങളല്ലേ അമ്പലങ്ങളും പള്ളികളും ഒക്കെ. അപ്പോൾ അങ്ങനെ ജവഹർലാൽ നെഹ്റുവിന് അന്നൊരു പ്രശ്നപരിഹാരമായി അണക്കെട്ടുകൾ മാറിയത് കാണാൻ സാധിക്കുന്നുണ്ട്. അന്നത്തെ ഇന്ത്യയിൽ അതൊരു വലിയ കാര്യമാണ്. അതുകൊണ്ട് നെഹ്റു പൊതുവെ അണക്കെട്ടുകളെ ഇന്ത്യയുടെ അമ്പലങ്ങളെന്ന്, ആധുനിക അമ്പലങ്ങളെന്നൊക്കെ വിശേഷിപ്പിച്ചിരുന്നു. പ്രത്യേകിച്ച് അന്ന് നാഗാർജുന സാഗർ അണക്കെട്ടിൻ്റെയൊക്കെ കാര്യത്തിൽ പട്ടിണിയും പരിവട്ടവും കൃഷി ഇല്ലായ്മയും ഒക്കെയായിരുന്നു. പ്രൊഡക്ഷൻ ഇല്ല, പട്ടിണിയാണ്, ധാന്യങ്ങൾ കിട്ടാനില്ല, ആൾക്കാർ കൃഷി ചെയ്യുന്നില്ല. ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം ഒരു കാരണം കൃഷി നഷ്ടമാവുന്നു എന്നുള്ളതാണ്, ജലലഭ്യത ഇല്ല എന്നുള്ളതാണ്. പണ്ട് മഴയെ മാത്രം ആശ്രയിച്ച് കൃഷി ചെയ്തിരുന്നവരാ, കാര്യമായിട്ട് ഇറിഗേഷൻ ചെയ്യുന്നില്ല. പിന്നെ ഗ്രീൻ റവല്യൂഷനൊക്കെ വന്ന സമയത്താണ്, ഹരിത വിപ്ലവമൊക്കെ ഉണ്ടായ സമയത്താണ് ഈ ഇറിഗേഷനുകളൊക്കെ കാര്യമായിട്ട് ഉപയോഗിക്കുന്നതും ധാരാളം വെള്ളം സപ്ലൈ ചെയ്യുന്നതും. അങ്ങനെ കൃഷി ഏത് സമയത്തും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, മഴയുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് കൃഷി മാറിയത്, മോണോക്രോപ്പിംഗ് എന്ന രീതി മാറി മൾട്ടി ക്രോപ്പിംഗ് ഒക്കെ ആയത് അങ്ങനെയൊക്കെയാണ് കേട്ടോ. അതൊക്കെ നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ അഗ്രികൾച്ചർ നമുക്ക് പഠിക്കാനുണ്ട്, അവിടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എനിഹൗ, രണ്ടാമത്തെ അണക്കെട്ടാണ് ശ്രീശൈലം, കൃഷ്ണ നദി തന്നെയാണ്. ലൊക്കേഷൻ എവിടെയാണെന്ന് നോക്കാം. സ്പാൻസ് എ ഡീപ്പ് ഗോർജ് ഇൻ ദി നല്ലമല ഹിൽസ് ഓൺ ദി ബോർഡർ ബിറ്റ്വീൻ തെലങ്കാന, നമ്മുടെ നഗർ കുർണൂൾ ഡിസ്ട്രിക്റ്റിൽ ആൻഡ് ആന്ധ്രാപ്രദേശ്, നന്ദ്യാൽ അല്ലെങ്കിൽ കുർണൂൾ ഡിസ്ട്രിക്റ്റിൽ. അപ്പോൾ ഈ രണ്ടിനും ഇടയിലായി കാണുന്ന ഒരു ബോർഡറിനടുത്തായിട്ടാണ് നമുക്ക് ശ്രീശൈലം അണക്കെട്ട് പണിയെഴുപ്പിച്ചിരിക്കുന്നത് കാണാൻ സാധിക്കുക, നിയർ ദി ശ്രീശൈലം ടെമ്പിൾ ടൗൺ. ഇതൊരു മേസൺറി അണക്കെട്ടാണ്, ഗ്രാവിറ്റി അണക്കെട്ടാണ്. കോൺക്രീറ്റും സ്റ്റോണും ഒക്കെ വെച്ച് നിർമ്മിച്ചിരിക്കുന്ന ഒരു ഗ്രാവിറ്റി അണക്കെട്ട് തന്നെയാണ്. സ്വന്തം ഭാരം, ഗ്രാവിറ്റി അണക്കെട്ട് എന്ന് പറയുമ്പോൾ ഈ അണക്കെട്ടിൻ്റെ സ്വന്തം ഭാരമാണ് പുറകിൽ സ്റ്റോർ ചെയ്യുന്ന വെള്ളത്തിൻ്റെ പ്രഷറിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യുവാനായിട്ട്, പ്രതിരോധിക്കുവാനായിട്ട് ഉപയോഗിക്കുന്നത്. അതിനാണ് ഗ്രാവിറ്റി അണക്കെട്ടുകളെന്ന് പറയുക. ഇദ്ദേഹവും നാഗാർജുന സാഗറിൻ്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ ശ്രീശൈലം പ്രൊജക്റ്റ് ഒരു മൾട്ടിപർപ്പസ് തന്നെയായിട്ട് പരിഗണിച്ചിരിക്കുന്ന അണക്കെട്ട് തന്നെയാണ്. 1960 ആരംഭിച്ച് 80ഓടുകൂടി പ്രവർത്തനം മീൻസ് നിർമ്മാണ പ്രവർത്തനം കംപ്ലീറ്റ് ചെയ്ത ഒരു അണക്കെട്ടായിരുന്നു ശ്രീശൈലം റിസർവോയർ, നീലം സഞ്ജീവ് റെഡ്ഡി സാഗർ റിസർവോയർ അല്ലെങ്കിൽ അണക്കെട്ട് എന്നൊക്കെ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. നീലം സഞ്ജീവ് റെഡ്ഡി സാഗർ അണക്കെട്ട് എന്നൊക്കെ അറിയപ്പെട്ടിരുന്നത് ഇന്നത്തെ ഈ ശ്രീശൈലം അണക്കെട്ട് തന്നെയാണ് കേട്ടോ. അപ്പം അങ്ങനെ ഒരു പേരും കൂടി ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കിയിരിക്കാം. മൂന്നാമത്തെ ആൾ അലമാട്ടി അണക്കെട്ടാണ്. ലാൽ ബഹദൂർ ശാസ്ത്രി അണക്കെട്ടെന്നാണ് അതിൻ്റെ ഔദ്യോഗിക നാമം. ആരുടെ? അലമാട്ടി അണക്കെട്ടിൻ്റെ മറ്റൊരു നാമമാണ് ലാൽ ബഹദൂർ ശാസ്ത്രി. ഇവിടെ അണക്കെട്ടിൻ്റെ എല്ലാം മറ്റു നാമങ്ങൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടതാണ്. പറ്റുമെങ്കിൽ നിങ്ങളൊരു ടേബിൾ പോലെ എങ്ങാനും മാർക്ക് ചെയ്ത് വെച്ചാലും പഠിച്ചോ, വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ലാൽ ബഹദൂർ ശാസ്ത്രി അണക്കെട്ട് എന്നറിയപ്പെട്ടിരുന്ന അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? ലാൽ ബഹദൂർ ശാസ്ത്രി അണക്കെട്ട് ഏത് നദിയിലാണ്? പെട്ടെന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ ഒരു അണക്കെട്ടുള്ളതിനെ പറ്റി പോലും നമുക്ക് ആർക്കും അറിയുന്നുണ്ടാവില്ല. ലാൽ ബഹദൂർ ശാസ്ത്രി അണക്കെട്ട് അലമാട്ടി ഡാമിന് വിളിച്ച പേരാണ്. നദി കൃഷ്ണ, ബാഗൽകോട്ട് ആൻഡ് വിജയപുര, അതായത് ബിജാപൂർ ഡിസ്ട്രിക്ട്സ് ഓഫ് കർണാടക, അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഈ അലമാട്ടി അണക്കെട്ടും അതിൻ്റെ റിസർവറും ഒക്കെ നിൽക്കുന്നത് കേട്ടോ. ബഗാൽകോട്ട് ആൻഡ് വിജയപുര അല്ലെങ്കിൽ ബിജാപൂർ ഡിസ്ട്രിക്റ്റ് ഓഫ് കർണാടക എന്ന് പറയുന്നത് കർണാടകയിലാണ്. അപ്പോൾ ദ മെയിൻ റിസർവെയർ ഓഫ് ദി അപ്പർ കൃഷ്ണ ഇറിഗേഷൻ പ്രൊജക്റ്റ്, അലമാട്ടി ഡാം. അപ്പർ കൃഷ്ണ ഇറിഗേഷൻ പ്രൊജക്റ്റിൻ്റെ പ്രധാന റിസർവെയർ ആണേത്? അലമാട്ടി ഡാം അല്ലെങ്കിൽ ലാൽ ബഹദൂർ ശാസ്ത്രി. അത് പ്രത്യേകിച്ച് ശ്രദ്ധിച്ചേക്കുക. അപ്പർ കൃഷ്ണ ഇറിഗേഷൻ പ്രൊജക്റ്റിൻ്റെ പ്രധാന അണക്കെട്ടാണ് അല്ലെങ്കിൽ പ്രധാന റിസർവെയർ ആരാണ്? അലമാട്ടി അണക്കെട്ടാണ്. ഇതും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മൾട്ടിപർപ്പസ് ആണ്. 2005 കംപ്ലീറ്റ് ചെയ്യപ്പെട്ട ഒരു പ്രൊജക്റ്റായിരുന്നു. ഒരു കോൺട്രവേഴ്സി അലമാട്ടി അണക്കെട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് കൊണ്ടാകാം അടുത്തിടെ ചോദ്യങ്ങളൊക്കെ വന്നത് എന്ന് നമുക്ക് കരുതേണ്ടിയിരിക്കുന്നു. ദ ഡാംസ് ഫുൾ റിസർവെയർ ലെവൽ ഹാസ് ബീൻ the subject of an interstate water dispute involving കർണാടക, മഹാരാഷ്ട്ര, തെലങ്കാന ആൻഡ് ആന്ധ്രാപ്രദേശ്. അപ്പോൾ കൃഷ്ണ നദിയുമായി ബന്ധപ്പെട്ടും എന്തുണ്ട്? വാട്ടർ ഡിസ്പ്യൂട്ട്സ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. FRL എന്ന് പറയുമ്പോൾ ഫുൾ റിസർവെയർ ലെവൽ. ആ ഫുൾ റിസർവെയർ ലെവൽ എത്രയാകണം എന്നതുമായി ബന്ധപ്പെട്ട് ഈ സംസ്ഥാനങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള കോൺട്രവേഴ്സീസ് ഇവിടെയും ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇവിടെയും തർക്കങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. നാലാമത്തെ ആൾ പ്രകാശം ബരാജ്, കൃഷ്ണാനദിയിൽ വിജയവാഡയിൽ സ്പാനിങ് ദ റിവർ
ടു കണക്ട് ദ ഡിസ്ട്രിക്ട്സ് ഓഫ് കൃഷ്ണ ആൻഡ് ഗുണ്ടൂർ. അല്ലേ, ഗുണ്ടൂർ ഡിസ്ട്രിക്റ്റും കൃഷ്ണ ഡിസ്ട്രിക്റ്റും തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് വിജയവാഡയിലായി സ്ഥിതി ചെയ്യുന്ന നദിയാണ് അണക്കെട്ടാണ് പ്രകാശം ബരാജ്. ഇറ്റ്സ് എ ബരാജ് എന്ന് പറയുമ്പോൾ വലിയ ഒരു അണക്കെട്ട് പണിയുന്ന ഒരു ഡാമിന് അത്രത്തോളം വലിപ്പമൊന്നും ഉണ്ടാവുന്നതല്ല. താരതമ്യേന വലിപ്പം കുറഞ്ഞ, ഉയരം കുറഞ്ഞ ഒരു ലോ ഡാം വിത്ത് ഗേറ്റ്സ് ടു റെഗുലേറ്റ് ദ ഫ്ലോ, അത്രയേ ഉള്ളൂ. ഇറ്റ് ഓൾസോ സെർവ്സ് ആസ് എ റോഡ് ബ്രിഡ്ജ്. എന്തായിട്ടും പരിഗണിക്കും, അതിന് മുകളിലൂടെ വാഹനങ്ങൾ കൂടി അപ്പുറം ഇപ്പുറം പോകാൻ പറ്റുന്ന രീതിയിൽ അതൊരു ബ്രിഡ്ജ് പോലെ, രണ്ടിടങ്ങളെ കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജ് പോലെയും കണക്ട് ചെയ്യും എന്നുള്ളതാണ് ഈ ബരാജിൻ്റെ പ്രത്യേകത. ദി ഒറിജിനൽ കൃഷ്ണ ആനിക്കട്ട് വാസ് കൺസ്ട്രക്റ്റഡ് ബൈ ദ ബ്രിട്ടീഷ് ബിറ്റ്വീൻ 1852 ആൻഡ് 1855. അതായത് ഇന്ന് കാണുന്ന പ്രകാശം ബരാജ് ഇന്ന് നവീകരിക്കുന്നതിന് മുൻപുള്ള കാലഘട്ടത്തിൽ അന്ന് ബ്രിട്ടീഷുകാർ ആദ്യമേ പണി കഴിപ്പിച്ചിരുന്ന ഒരു ചെറിയൊരു ആനിക്കട്ടായിരുന്നു. ആനിക്കട്ട് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതാണ്, ഒരു അണക്കെട്ട് തന്നെയാണ്, പക്ഷേ ചെറിയൊരു അണക്കെട്ടാണ്. ചെറിയൊരു ബണ്ട് പോലെ പണി കഴിപ്പിക്കുന്ന ഒരു അണക്കെട്ടിനെ നമ്മൾ അനിക്കട്ട് എന്ന് പറയുക. ഒരു വിയർ എന്നാണ് ഇംഗ്ലീഷിൽ നമ്മൾ പറയും, ഒരു വിയർ, ചെറിയൊരു ബണ്ട് പോലെ എന്ന രീതിയിലുള്ള ഒരു അണക്കെട്ട്, ചെറുതായിട്ടൊന്ന് ഫ്ലഡ് കൺട്രോൾ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിൻ്റെ പർപ്പസ്. അപ്പോൾ അങ്ങനെ അന്ന് കൃഷ്ണ ആനിക്കട്ട് എന്ന രീതിയിൽ നിലവിലുണ്ടായിരുന്നതാണ് പിന്നീട് പ്രകാശം ബരാജായി മാറുന്നത് കേട്ടോ. ഓർത്തിരുന്നോളാം, ബ്രിട്ടീഷുകാർ 1852 55 കാലഘട്ടത്തിൽ പണി കഴിപ്പിച്ച കൃഷ്ണ ആനിക്കട്ടാണ് പിന്നീട് എന്തായി മാറുന്നത്, നമ്മുടെ പ്രകാശം ബരാജായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്തൊക്കെ എടുക്കുന്നത് എന്നുള്ളതാണ്. The present barrage was built to replace the breached anicut with construction starting in 1954 and completing in 57. Okay. It is named after Tanguturi Prakasham, the first Chief Minister of the state of Andhra. Andhra Chief Minister T. Prakasham. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ, ആന്ധ്രയുടെ ആദ്യ ചീഫ് മിനിസ്റ്ററാണ് ആര്, നിങ്ങൾ കേട്ടിരിക്കുന്നത് താങ്കുത്തുരി എന്നായിരിക്കില്ല, ടി പ്രകാശം എന്നായിരിക്കും കേട്ടിരിക്കുന്നത്. ആ ടി പ്രകാശത്തിൻ്റെ ഫുൾ നെയിമാണ് താങ്കുത്തുരി പ്രകാശം എന്ന് പറയുന്നത്. അപ്പോൾ ടി പ്രകാശം എന്ന ആദ്യ മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിയുടെ സ്മരണാർത്ഥമാണ് ഈ ഒരു ബരാജിന് പ്രകാശം ബരാജ് എന്ന് പേര് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. And it is recognized as a World Heritage Irrigation Structure by the International Commission on Irrigation. 2023 റീസെൻ്റ് ആയിട്ടാണ്, അതുകൊണ്ടൊന്ന് ഓർത്തിരുന്നേക്കുക. 2023 അടുത്തിടെ ഇന്റർനാഷണൽ കമ്മീഷൻ ഓൺ ഇറിഗേഷൻ ആൻഡ് ഡ്രെയിനേജ് ഒരു വേൾഡ് ഹെറിറ്റേജ് ഇറിഗേഷൻ സ്ട്രക്ചറായി പരിഗണിച്ചത് ഇന്ത്യയിലെ ഏത് അണക്കെട്ടിനെയാണ്, കൃഷ്ണ നദിയിലെ ഏത് അണക്കെട്ടിനെയാണെന്ന് ചോദിച്ചാൽ അത് പ്രകാശം ബരാജാണ് എന്നുള്ളത് പഠിച്ചിരിക്കാൻ ശ്രദ്ധിക്കുക. ക്ലിയർ അല്ലേ? സെറ്റ്. തുംഗഭദ്ര പ്രൊജക്റ്റ്, തുംഗഭദ്ര നദിയിൽ വരുന്നൊരു പദ്ധതി ആയിരിക്കണമല്ലോ. ദ തുംഗഭദ്ര പ്രൊജക്റ്റ് ഈസ് വൺ ഓഫ് ഇന്ത്യസ് ഏർലിയസ്റ്റ് ആൻഡ് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് മൾട്ടിപർപ്പസ് റിവർ വാലി പ്രൊജക്റ്റ് ബിൽറ്റ് ടു ഹാർനസ് ദ വാട്ടേഴ്സ് ഓഫ് ദി തുംഗഭദ്ര റിവർ. നേരത്തെ പറഞ്ഞ അണക്കെട്ടുകൾക്ക് പുറമെ തുംഗഭദ്ര എന്ന നദിയിലെ ജലസ്രോതസ്സിനെ പ്രോപ്പറായി വിനിയോഗിക്കുവാൻ വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് തുംഗഭദ്ര പ്രൊജക്റ്റ് എന്ന് പറയുന്നത്, മൾട്ടിപർപ്പസ് പ്രൊജക്റ്റ്. തുംഗഭദ്ര അണക്കെട്ട് അല്ലെങ്കിൽ പമ്പ സാഗർ അണക്കെട്ട് എന്ന് നമ്മൾ വിളിക്കും. എന്താ വിളിക്കുക? പമ്പ സാഗർ അണക്കെട്ട്. പമ്പയല്ല, വെറും പമ്പയല്ല, പമ്പ സാഗർ അണക്കെട്ട് എന്ന പേരിൽ അറിയപ്പെടുന്നതൊക്കെ തുംഗഭദ്ര അണക്കെട്ടാണ്. തുംഗഭദ്ര നദി വിച്ച് ഇസ് ദി ലാർജസ്റ്റ് ട്രിബ്യൂട്ടറി ഓഫ് കൃഷ്ണ, അതൊക്കെ നമുക്കറിയാമല്ലോ അല്ലേ. റിവർ ഏത് റിവറിന് കുറുകയാണെന്നുള്ളത് നമുക്കറിയായിരിക്കും. നിയർ ദി ടൗൺ ഓഫ് ഹോസ്പേട്ട് അല്ലെങ്കിൽ ഹൊസപ്പേട്ടെ എന്ന് പറയും, അല്ലെങ്കിൽ ഹോസ്പേട്ട് എന്ന് പറയും. നമ്മൾ ഹോസ്പേട്ട് എന്നാണ് പറയാറ് സാധാരണ അല്ലേ. വിജയനഗര ഡിസ്ട്രിക്റ്റിൽ, കർണാടകയുടെ വിജയനഗര ഡിസ്ട്രിക്റ്റ് അടുത്തിടെ ഫോം ചെയ്ത ഡിസ്ട്രിക്റ്റ് ആണ് അല്ലേ. കർണാടകയിലെ വിജയനഗര ഡിസ്ട്രിക്റ്റിൻ്റെ ഹൊസ്പേട്ട് എന്ന് പറയുന്ന ടൗണിലായിട്ട് സിറ്റുവേറ്റ് ചെയ്യുന്ന ഡാമാണ് തുംഗഭദ്ര ഡാം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തുംഗഭദ്ര പ്രൊജക്റ്റ്. ആൻഡ് ദ ഡാം ഇസ് അഡ്മിനിസ്ട്രേറ്റഡ് ബൈ ദി ഇന്റർസ്റ്റേറ്റ് തുംഗഭദ്ര ബോർഡ്. അപ്പോൾ ഇതൊരു സംസ്ഥാനം പൂർണ്ണമായി അസോസിയേറ്റ് ചെയ്യുന്നതല്ല, പകരം ഒരു ഇന്റർസ്റ്റേറ്റ് ബോർഡ് രൂപീകരിച്ചിട്ടുണ്ട് തുംഗഭദ്ര അണക്കെട്ടിൻ്റെ കൺട്രോളിങ്ങിന് വേണ്ടിയിട്ട്. അതാണ് നമ്മുടെ തുംഗഭദ്ര ബോർഡ് എന്ന് പറയുന്നത്, മനസ്സിലാക്കിയിരിക്കുക. ഇവിടെ കിട്ടുന്നുണ്ടോ? അതുപോലെ ഒരു ഭീമ പ്രൊജക്റ്റും ഘാട്ട് പ്രഭ പ്രൊജക്റ്റും ഒക്കെ തന്നെയും സമാനമായ രീതിയിൽ നിലവിലുണ്ട്. ഘാട്ട് പ്രഭ പ്രൊജക്റ്റ് ഹാസ് ബീൻ എക്സിക്യൂട്ടഡ് അക്രോസ് ദി ഘാട്ട് പ്രഭ റിവർ നിയർ ചാംഗഡ് ഇൻ കൊൽഹാപൂർ ഡിസ്ട്രിക്ട് ഇൻ മഹാരാഷ്ട്ര ഇൻ ദി കൃഷ്ണ റിവർ ബേസിൻ. മഹാരാഷ്ട്രയിലാണ് ഘാട്ട് പ്രഭ പ്രൊജക്റ്റ് വരുന്നത്. ഘാട്ട് പ്രഭ പ്രൊജക്റ്റ് എവിടെയാണ് വരിക? അത് മാത്രം അറിഞ്ഞാൽ മതി, നിങ്ങൾ മഹാരാഷ്ട്രയിലാണ് വരിക. പിന്നുള്ളത് ഭീമ പ്രൊജക്റ്റ് ആണ്. ദി പ്രൊജക്ട് ഹാസ് ബീൻ എക്സിക്യൂട്ടഡ് അക്രോസ് ദി ഭീമ റിവർ ഇൻ ദി സോലാപൂർ ഡിസ്ട്രിക്ട് ഓഫ് മഹാരാഷ്ട്ര ഇൻ ദി കൃഷ്ണ റിവർ ബേസിൻ. അപ്പോൾ ഭീമ പ്രൊജക്റ്റ് വരുന്നതും ഇവിടെ തന്നെയാണ്, മഹാരാഷ്ട്രയിലാണ്. അപ്പോൾ ഘാട്ട് പ്രഭയും ഭീമയും എന്ന് പറയുന്ന ഈ രണ്ട് ബോക്സിനകത്ത് ഇട്ടിരിക്കുന്ന പ്രൊജക്റ്റുകളും മഹാരാഷ്ട്രയിൽ കൃഷ്ണ നദിക്ക് കുറുകയായി പ്രവർത്തിക്കുന്ന നിലകൊള്ളുന്ന പ്രൊജക്റ്റുകളാണെന്ന് ഓർത്തിരിക്കുക. ദി കൃഷ്ണ വാട്ടർ ഡിസ്പ്യൂട്ട്, നമ്മൾ നേരത്തെ സൂചിപ്പിച്ച
മഹാരാഷ്ട്രയും കർണാടകയും തെലങ്കാനയും ആന്ധ്രാപ്രദേശും ഒക്കെ ആയിട്ടൊരു അടി നടക്കുന്നുണ്ടായി എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതേപ്പറ്റിയൊരു വിശദാംശം കുറച്ചൊന്ന് അറിഞ്ഞിരിക്കുക. ആരൊക്കെ തമ്മിലായിരുന്നു എന്നുള്ളത് വ്യക്തമായിട്ടും പഠിച്ചിട്ടുണ്ടാവണം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. The Krishna water dispute centers on the equitable sharing of Krishna river waters among the states of Maharashtra, Karnataka, Telangana and Andhra Pradesh. ഈ പറയുന്ന ശരിക്കും തെലങ്കാന റീസെൻ്റ്ലി ആണ് രൂപീകൃതമാകുന്നത്. 2014 തെലങ്കാന ഉണ്ടാകുന്നത്. അതിന് മുമ്പ് വരെ തെലങ്കാന എന്ന സംസ്ഥാനമൊക്കെ ആന്ധ്രയുടെ ഭാഗമായിട്ട് തന്നെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഈ തെലങ്കാന, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, കർണാടക എന്നീ സംസ്ഥാനങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് ഈ കൃഷ്ണയിലെ ജലത്തിൻ്റെ ലഭ്യതയുമായി ബന്ധപ്പെട്ടുള്ള തർക്കം ഉടലെടുത്തിട്ടുള്ള അല്ലെങ്കിൽ നിലനിൽക്കുന്നത് എന്നുള്ളതാണ്. The Srisailam Reservoir situated on the Krishna River in Andhra Pradesh is a major point of contention and Andhra Pradesh contested. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചാണ് അല്ലേ, Telangana's use of Srisailam Reservoir water for power generation. തെലങ്കാന ശ്രീശൈലം റിസർവയറിനെ പവർ ജനറേഷന് വേണ്ടി ഉപയോഗിക്കുന്നതിന് എഗെയിൻസ്റ്റ് ആയിട്ടൊക്കെ ആന്ധ്ര പ്രൊട്ടസ്റ്റുകൾ നടത്തിയിരുന്നു എന്നുള്ളത് മനസ്സിലാക്കി. അപ്പോൾ ശ്രീശൈലം നമ്മൾ റിസർവയർ പറഞ്ഞപ്പോഴേ ജസ്റ്റ് സൂചിപ്പിച്ച് പോയതാണ്. അതൊരു റിവർ ഡിസ്പ്യൂട്ടിൻ്റെ അല്ലെങ്കിൽ കൃഷ്ണ വാട്ടർ ഡിസ്പ്യൂട്ടിൻ്റെ ഒരു പോയിന്റ് ഓഫ് കണ്ടൻഷൻ ആണ് നമ്മുടെ, അല്ലെങ്കിൽ ഈ തർക്ക മേഖലയാണ് നമ്മൾ പറയൂലേ, അതാണ് ഈ ശ്രീശൈലം റിസർവയർ നമ്മൾ പറഞ്ഞിരുന്നു. ശ്രീശൈലം റിസർവയർ ഉപയോഗിച്ച് തെലങ്കാന ഊർജ്ജോൽപാദനം നടത്തുന്നതിന് എഗെയിൻസ്റ്റായിട്ട് ആന്ധ്രാപ്രദേശ് രംഗത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. Dispute traced back to the formation of Andhra Pradesh in 1956 were addressed through the Krishna Water Dispute Tribunal in 1973. A second Krishna Water Dispute Tribunal was set up in 2004 to relocate the Krishna water. അതായത് ശരിക്കും 56 ആന്ധ്രാപ്രദേശ് ഫോം ചെയ്യുന്ന സാഹചര്യം തൊട്ട് തന്നെ ഇവിടെ ഒരു തർക്കം ഉടലെടുത്തിട്ടുണ്ട് ഈ ഈ നദിയുമായി ബന്ധപ്പെട്ട്. 56 അങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ 73 ശരിക്കും ഒരു കൃഷ്ണ വാട്ടർ ഡിസ്പ്യൂട്ട് ട്രൈബ്യൂണലൊക്കെ ഫോം ചെയ്യുകയും അതിനുശേഷം പിന്നീട് വീണ്ടും പ്രശ്നം മൂർധന്യാവസ്ഥയിൽ പോകുന്ന സാഹചര്യത്തിൽ രണ്ടാമതൊരു വാട്ടർ ഡിസ്പ്യൂട്ട് ട്രൈബ്യൂണൽ 2004 ആവിഷ്കരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. 2010 കൃഷ്ണ വാട്ടർ ഡിസ്പ്യൂട്ട് ട്രൈബ്യൂണലിൻ്റെ ഒരു അലോക്കേഷൻ വരുന്നുണ്ട്. ദ സെക്കൻഡ് കൃഷ്ണ വാട്ടർ ഡിസ്പ്യൂട്ട് ട്രൈബ്യൂണൽ delivers its report in 2010 which made allocations of the Krishna water at 65% dependability and for surplus flows as follows. നമ്മൾ ഈ താഴെ തന്നിരിക്കുന്ന രീതിയിൽ ഈ നദിയിലെ ജലത്തിന് ഉപയോഗിക്കുക എന്ന രീതിയിൽ ഒരു കണക്ക് 2010 2004 നിലവിൽ വന്ന ആ ഒരു തർക്കപരിഹാര ബോർഡ് കണക്കാക്കുന്നുണ്ട്. എങ്ങനെയാണ് ആ കണക്കുകൾ? ഒന്ന്, 81,000 മില്യൺ ക്യൂബിക് ഫീറ്റ് മഹാരാഷ്ട്രയ്ക്ക്, 177,000 മില്യൺ ക്യൂബിക് ഫീറ്റ് കർണാടകയ്ക്ക്, 190,000 മില്യൺ ക്യൂബിക് ഫീറ്റ് ആന്ധ്രാപ്രദേശ്. ഈ ഒരു രീതിയിൽ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, വെള്ളം അലോക്കേറ്റ് ചെയ്യുവാൻ എന്ന രീതിയിൽ ഒരു വന്നു. ശരിക്കും നമ്പർ ഇവിടെ പറഞ്ഞത് അത്ര ശരിയായില്ല എന്ന് എൻ്റെ ഒരു അഭിപ്രായം. ഒരു പെർസെൻറ്റേജ് കണക്കോ മറ്റോ ആയിരുന്നെങ്കിൽ വെള്ളത്തിൻ്റെ അളവിൽ എത്ര വ്യത്യാസം വന്നാലും അത് നമ്മളെ ബാധിക്കാത്ത രീതിയിൽ പോയേനെ. ഇവിടെ ഇപ്പോൾ ഒരു ഇപ്പോൾ 81, 177, 190 അല്ലേ, വെള്ളത്തിൻ്റെ എമൗണ്ട് ഒരു ക്രമാതീതമായിട്ട് കൂടിയാൽ അതിനനുസരിച്ച് ഈ പ്രൊപ്പോർഷൻ വച്ചിട്ട് നിങ്ങൾ കൂട്ടിയെടുത്തേക്കുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. Anyhow, in 2011, Andhra Pradesh challenged the dispute tribunal's allocation through legal proceedings, including a special leave petition before the Supreme Court. Supreme Court already 2011 എന്ത് ചെയ്തു, ആന്ധ്രാപ്രദേശ് ഈ ഒരു കണക്കിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരു പെറ്റീഷൻ കൊടുക്കുന്നു. 2013 it issued a further report which was again challenged by Andhra Pradesh in Supreme Court. 2013 അതിനനുസരിച്ച് വീണ്ടും ചെറിയ മാറ്റങ്ങൾ വരുത്തി പുതിയൊരു റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തു. അതും 2014 വീണ്ടും ആര് ചാലഞ്ച് ചെയ്യുന്നു, ആന്ധ്രാപ്രദേശ് എന്ന സംസ്ഥാനം വീണ്ടും അതിനെ ചാലഞ്ച് ചെയ്യുന്നു എന്നുള്ളതാണ്. After the creation of Telangana in 2014, Andhra Pradesh demanded a review of Krishna water allocations among 4 states. സ്വാഭാവികമാണ്, 2014 മുമ്പുള്ള പ്രശ്നങ്ങളിൽ മഹാരാഷ്ട്രയും കർണാടകയും ആന്ധ്രാപ്രദേശും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ കണ്ടത് അലോക്കേഷനിൽ ആ 3 സംസ്ഥാനങ്ങളിൽ, ബിക്കോസ് 2011 അലോക്കേഷനാണ്, 2010 വന്ന അലോക്കേഷനാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2014 തെലങ്കാന കൂടി രൂപീകൃതമായപ്പോൾ ഇപ്പോൾ 4 വ്യത്യസ്ത സംസ്ഥാനങ്ങളെന്ന രീതിയിൽ വന്നപ്പോൾ ഇത് പോരാ. ഈ ഒരു 3 ഡിവിഷൻ അല്ലല്ലോ, ആന്ധ്രയ്ക്ക് തന്നതിൽ നിന്ന് തെലങ്കാനയ്ക്ക് കൂടി കൊടുക്കൂ എന്നുള്ളതല്ല. കൃത്യമായി നിർണ്ണയിക്കപ്പെട്ടിരിക്കുന്ന ഒരു പുതിയ ഡിവിഷൻ ഈ 4 സംസ്ഥാനങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് ഈ നദിയിലെ ജലം എങ്ങനെയൊക്കെ വിനിയോഗിക്കാം, എത്രയൊക്കെ ക്വാണ്ടിറ്റിയിലുള്ള നദീജലങ്ങൾ ഏതൊക്കെ സംസ്ഥാനങ്ങളിലേക്ക് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെന്നതിനെപ്പറ്റി പുതിയ നിർണയം വരണം, അല്ലെങ്കിൽ പുതിയ മാനദണ്ഡങ്ങൾ ഉണ്ടാകണമെന്ന് പറഞ്ഞിട്ട് വീണ്ടും ആന്ധ്രാപ്രദേശ് തന്നെ വീണ്ടും ഡിമാൻഡ് ചെയ്യുന്നു. കാരണം ആന്ധ്ര എന്തുകൊണ്ട് ഇത് ഡിമാൻഡ് ചെയ്യുന്നു, കൂടുതൽ ആന്ധ്ര എന്തിനാണ് ബഹളം വയ്ക്കുന്നത് നമ്മളെല്ലാവരും വിചാരിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചേക്കണം. മഹാരാഷ്ട്രയിൽ ഉത്ഭവിച്ചു വരുന്ന നദി മഹാരാഷ്ട്രയിൽ നിന്ന് കർണാടകത്തിലേക്ക് കയറി ആന്ധ്രയിലേക്ക് പോകുന്ന നദിയാണ്. ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ഡൗൺ സ്ട്രീമിൽ വരുന്ന സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. അപ്പോൾ അപ്സ്ട്രീമിലുള്ള സംസ്ഥാനങ്ങൾ
വേണ്ട രീതിയിലല്ലാതെ ഈ വെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവസാനം നിൽക്കുന്ന ആന്ധ്രയ്ക്ക് കാര്യമായിട്ട് ഇതിനകത്തുനിന്ന് ജലലഭ്യത ഉണ്ടാകില്ല എന്നൊരു കൺസേൺ എപ്പോഴും ആന്ധ്രയ്ക്കുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ആന്ധ്ര ഈ പറയുന്ന മാതിരി ഇടയ്ക്കിടയ്ക്ക് കൺസേൺസ് റൈസ് ചെയ്യുന്നത്. ബട്ട് എനി ഹൗ ഈ ലേറ്റസ്റ്റ് കൺസേണൊക്കെ തികച്ചും ലോജിക്കലാണ്, അല്ലെങ്കിൽ തികച്ചും എന്താ പറയുക ജസ്റ്റിഫൈഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. 2014 പുതിയൊരു സംസ്ഥാനമായിട്ട് മാറിയതല്ലേ തെലങ്കാന. അപ്പോൾ ഒരു പുതിയ ഡിസ്ട്രിബ്യൂഷൻ പാറ്റേൺ നിലവിൽ കൊണ്ടുവരും. അതിന് നിങ്ങൾ രണ്ടുപേരും തമ്മിലായിക്കോ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ആന്ധ്രാപ്രദേശിന് തരാനുള്ള ഞങ്ങൾ 190 തന്നു. ഇനി ഇതിൽ നിങ്ങൾ തെലങ്കാന ഉണ്ടായപ്പോൾ തെലങ്കാനയ്ക്ക് എത്ര കൊടുക്കണം എന്നൊക്കെ ഈ 190 എത്രയാണെന്ന് വെച്ചാൽ കട്ട് ചെയ്ത് അങ്ങോട്ടേക്ക് കൊടുത്തോ എന്ന് പറയുന്നത് മോശമല്ലേ. അപ്പോൾ അതുകൊണ്ടൊരു പുതിയ ട്രൈബ്യൂണലിൽ നിന്ന് തന്നെ ഒരു പുതിയ അലോക്കേഷൻ ഉണ്ടാവുക തന്നെയാണ് വേണ്ടത് എന്നുള്ളത് വാസ്തവമാണ്. അപ്പോൾ അതുകൊണ്ട് കാരണം പൊതുവേ രണ്ട് സംസ്ഥാനങ്ങൾക്കിടയിലുള്ള ഡിസ്പ്യൂട്ട് വരുവാണെങ്കിൽ അവിടെ ഇത്തരത്തിലൊരു ട്രൈബ്യൂണൽ ഫോർമേഷൻ ആണല്ലോ കാണുക. ഇനിയിപ്പോൾ ആന്ധ്രയും തെലങ്കാനയും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായാൽ അതിനുവേണ്ടി പുതിയൊരു ട്രൈബ്യൂണൽ ഉണ്ടാക്കുന്നതിനേക്കാളും ഈ ഒരൊറ്റ ട്രൈബ്യൂണലിൽ തന്നെ അതുകൂടെ കയറ്റി പോകുന്നത് തന്നെയല്ലേ നല്ലത്. അതുകൊണ്ട് അങ്ങനെ. Anyhow, Maharashtra and Karnataka argued that Telangana was created following the bifurcation of Andhra Pradesh. Therefore, allocation of water should be from Andhra Pradesh share, which was approved by the tribunal. ഇതാണ് മറ്റ് രണ്ട് സംസ്ഥാനങ്ങൾ പറഞ്ഞത്. അത് ശരിയാണ്, മറ്റ് സംസ്ഥാനങ്ങൾ അങ്ങനെയല്ലേ പറയുള്ളൂ. കാരണം ആന്ധ്രാപ്രദേശിലേക്ക് ഓൾറെഡി ആന്ധ്രാപ്രദേശ് എന്ന പഴയ മൊത്തത്തിലുണ്ടായിരുന്ന ആ ഒരു സംസ്ഥാനത്തിലേക്ക് വേണ്ടിയിട്ടുള്ള അലോക്കേഷനാണ് നമ്മൾ നേരത്തെ നടത്തിയത്. അതിനകത്ത് പണ്ട് ഈ പറയുന്ന തെലങ്കാന എല്ലാം ആ ആന്ധ്രയുടെ ഭാഗമായിരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മഹാരാഷ്ട്രയും കർണാടകയും അവകാശപ്പെട്ടത് അങ്ങനെ ഫോം ചെയ്തൊരു തെലങ്കാന ആയതുകൊണ്ട് തെലങ്കാനയ്ക്ക് വേണ്ടി ഇനി ഒരു പുതിയ മാർക്കിങ്ങോ പുതിയ നമ്പറോ ഒന്നും പറയേണ്ട കാര്യമില്ല. കാരണം അത് ഈ ആന്ധ്രയ്ക്ക് കൊടുത്തിരിക്കുന്ന ഷെയർ എത്രയാണോ ആ ഷെയറിൽ നിന്ന് തന്നെയാണ് തെലങ്കാനയിലേക്കും ഡിസ്ട്രിബ്യൂഷൻ പോകേണ്ടത് എന്നാണ് മഹാരാഷ്ട്രയും കർണാടകയും അവകാശപ്പെട്ടതെന്നുള്ളതാണ്. ബട്ട് എനി ഹൗ ഇന്നങ്ങനെ നിൽക്കുന്നുണ്ട്. ആ തർക്കം പൂർണ്ണമായി പരിഹരിക്കപ്പെട്ടിട്ടില്ല, അങ്ങനെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. ഇനി ഒരു സമ്മിങ് എന്ന രീതിയിൽ നമുക്ക് പെട്ടെന്ന് കൃഷ്ണാനദിയുടെ ഒരു രത്നച്ചുരുക്കം എന്ന പോലെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ഏരിയയാണ് ഒറിജിൻ ഓഫ് ഓർ സോഴ്സ് ഓഫ് ദി കൃഷ്ണ റിവർ. കൃഷ്ണാനദിയുടെ ഒറിജിൻ സോഴ്സ് എവിടെയാണ്? മഹാബലേശ്വറാണ്. അത് ട്രാവേഴ്സ് ചെയ്യുന്ന സ്റ്റേറ്റുകൾ ഏതൊക്കെയാണ്? മഹാരാഷ്ട്രയും കർണാടകയും തെലങ്കാനയും ആന്ധ്രാപ്രദേശിലൂടെയും ഇവൻ കടന്നു പോകുന്നു. അപ്രോക്സിമേറ്റ്ലി 1401 കിലോമീറ്റർ ഇവൻ സഞ്ചരിക്കുന്നുവെന്നും ഹംസലാദേവി ആന്ധ്രാപ്രദേശിലെ ഹംസലാദേവിയിൽ വെച്ച് ഇവൻ ബംഗാൾ ഉൾക്കടലുമായി കൂടിച്ചേർന്നുവെന്നും റിവർ ബേസിൻ ഏകദേശം 2,58,948 സ്ക്വയർ കിലോമീറ്റർ വരുമെന്നും ട്രിബ്യൂട്ടറീസിനെ പറ്റിയും റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസിനെ പറ്റിയും മേജർ അണക്കെട്ടുകളെ പറ്റിയും ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയതാണ്. ഇക്കോളജിക്കൽ സിഗ്നിഫിക്കൻസ് സോയിൽ ഇറോഷൻ നടക്കാറുണ്ടെന്ന് പറയാറുണ്ട് കേട്ടോ. മൺസൂൺ സമയത്ത് അത്യാവശ്യം ഈ നദി സോയിൽ ഇറോഷൻസിനെ അഗ്രവേറ്റ് ചെയ്യാറുണ്ട് എന്നുള്ളത് പറയാം. അതൊരു എക്കോളജിക്കൽ കൺസേൺ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പരിഗണിക്കാവുന്നതാണ്. ഡെൽറ്റ ക്രിയേറ്റ് ചെയ്യുന്നു, തേർഡ് ലോങ്സ്റ്റ് റിവറാണ്, മറ്റുള്ളതൊക്കെ തന്നെയാണ് അതിൻ്റെ സിഗ്നിഫിക്കൻസ്. ഓക്കെ, യെസ്, 2213 മീറ്റർ ക്യൂബാണ് ഒരു സെക്കൻഡിൽ ആവറേജ് കൃഷ്ണാനദിയുടെ ഡിസ്ചാർജ്, വിച്ച് ഇസ് ഗുഡ് നമ്പർ അല്ലേ. 2213 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡാണ് അതിൻ്റെ ഡിസ്ചാർജ് ആയിട്ട് പറയുന്നത്. വിച്ച് ഇസ് എ ഹ്യൂജ് ഡിസ്ചാർജ് നിയർ വിജയവാഡയിൽ വെച്ച് കണക്കാക്കിയിരിക്കുന്ന ഡിസ്ചാർജിൻ്റെ വാല്യൂ. മീൻസ് വെള്ളം ഒഴുക്കിക്കൊണ്ട് കളയുന്നതിൻ്റെ വാല്യൂ ആണ് പറയുന്നത്. ഒരു സെക്കൻഡിൽ 2213 മീറ്റർ ക്യൂബ് എന്ന രീതിയിൽ. അപ്പോൾ എനി ഹൗ ഇത്രയുമാണ് നമ്മൾ കൃഷ്ണ നദിയുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് നമുക്ക് പഠിക്കാനോ അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കുവാനോ ഉള്ള കാര്യങ്ങളായി വന്നിരിക്കുന്നതെന്ന് തിരിച്ചറിയുക. ഇന്ന് നമ്മളിവിടെ ഈ ഡിസ്കസ് ചെയ്ത കൃഷ്ണാനദിയുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. താരതമ്യേന വലിയ ബുദ്ധിമുട്ടൊന്നും ഉള്ളതല്ല, കൂടുതലും ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ടാണ് ഫാക്റ്റുകൾ പറഞ്ഞു പോയത്. നദികളെ പറ്റിയിട്ടുള്ള ഓരോ നദിയും എടുത്ത് പഠിക്കുമ്പോൾ കൂടുതലും ഇത്തരത്തിലുള്ള ഫാക്ച്വൽ ഇൻഫർമേഷൻസ് തന്നെയാണ് നമുക്ക് അധികമായി പഠിക്കാനായിട്ട് വരിക എന്നുള്ളത് മനസ്സിലാക്കുക. സോ ദാറ്റ് ബീയിങ് സെഡ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ മറ്റൊരു കണ്ടന്റുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.